ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് മുരിങ്ങയില വെച്ചിട്ട് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഊരിയെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ടൈമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്താലും മതി. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കുന്ന സമയത്ത് എന്തായാലും ഒരു 2 ദിവസമെങ്കിലും ഇത് ഉണങ്ങി വരാനായിട്ട് എടുക്കും. അപ്പോൾ അത്രയും സമയം ഇല്ലാത്തവർക്കായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇതേ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലെ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പോയി കിട്ടുന്ന രീതിയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുരിങ്ങയില നല്ല പോലെ റെഡിയായിട്ട് കിട്ടും. നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ഇതുപോലെ തിരുമ്മിയെടുക്കുന്ന ആ ഒരു സമയത്ത് പൊടിഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെയാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരിക്കലും മുരിങ്ങയില നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുത്. ആ ഒരു സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുരിങ്ങയില വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉഴുന്ന് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കഴുകിയെടുത്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരം കഴുകിയെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിലൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മളിതിനെ കഴുകി വെള്ളത്തിലിട്ട് വെക്കരുത്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉഴുന്നൊക്കെ നല്ല പോലെ കുതിർന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കഴുകി എടുത്തിട്ട് നമുക്കിതുപോലെ പാനിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് കളറ് മാറി അത്യാവശ്യം റോസ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് 4 ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ടാണ് നമ്മൾ ഈ ഒരു ചുവന്ന മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഉണക്കിയെടുത്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം പാനിലേക്ക് തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതിനെയും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കളർ ചേഞ്ചായി വരുന്ന രീതിയിലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണ്ട. നമ്മുടെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം ജസ്റ്റ് ഒന്ന് പോയി കിട്ടുന്ന ആ ഒരു രീതിയിൽ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്നും ഇതേ ഒരു രീതിയിൽ തന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും ചുവന്നമുളകൊന്നും നല്ലപോലെ റോസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മുടെ തേങ്ങയും കൂടെ റോസ്റ്റ് ചെയ്തെടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉഴുന്നോ മുരിങ്ങയിലയും ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ചൂടാറി കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ജാറിലൊക്കെ പൊടിച്ചെടുക്കുന്നവരാണെങ്കിൽ 2 ബാച്ചൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതോടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലധികം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒരു 1/4 ടീസ്പൂണിലധികമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ അതൊരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് വാളംപുളിയാണ്. അപ്പം അതൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് തരിതരിയോട് കൂടെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അതിനേക്കാളും ഇതുപോലെ തരിയോട് കൂടെ പൊടിച്ചെടുക്കുന്ന സമയത്താണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയില വെച്ചിട്ട് ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണെങ്കിൽ നമ്മളിതിലേക്ക് മുരിങ്ങയിലൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതുള്ളത്. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം തന്നെ മതിയാവും. അപ്പോൾ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക.